ഹായ് ഫിഷി ഡോക്ടേഴ്സ്. അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും NTA നമ്മുടെ നീറ്റിന്റെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ neet.nta.nic.in ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും പ്രൊവിഷണൽ ആൻസർ കീ അവര് അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ സ്കോർ ഒക്കെ നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. ഇനി ആൻസർ കീയിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തവർ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസർ കീയിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ആൻസർ, നിങ്ങൾ OMRന്റെ കോപ്പിയും നിങ്ങൾക്ക് ലഭിക്കും, അതും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എഴുതിയ ആൻസറും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റെക്കോർഡഡ് റെസ്പോൺസും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷൻ. ചലഞ്ച് ഓഫ് പ്രൊവിഷണൽ ആൻസർ കീ, ഡിസ്പ്ലേ ഓഫ് സ്കാൻഡ് ഇമേജസ് ഓഫ് OMR ഷീറ്റ് ആൻഡ് ഡിസ്പ്ലേ ഓഫ് റെക്കോർഡഡ് റെസ്പോൺസ് ഫോർ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ ഇവിടെ പറയുന്നത്, to facilitate the candidates, a scanned image of the OMR sheet has been sent on the registered email address. ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഓൾസോ നിങ്ങളുടെ OMR ഷീറ്റിന്റെ സ്കാൻ റെസ്പോൺസ്, നിങ്ങൾ അന്ന് ആൻസർ ചെയ്തില്ലേ, അതിന്റെ സ്കാൻഡ് കോപ്പി നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് candidates are being given an opportunity to make an online response challenge as per the details given below. രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, തന്നിരിക്കുന്ന ആൻസർ കീ ചലഞ്ച് ചെയ്യാം. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ നമ്പർ 1, അതിന്റെ ആൻസർ നിങ്ങൾ NTA കൊടുത്തിരിക്കുന്ന ആൻസർ കീയിൽ ഓപ്ഷൻ 2 ആണ്, പക്ഷെ നിങ്ങൾക്ക് നല്ല ഉറപ്പാണ് അതിന്റെ ആൻസർ ഓപ്ഷൻ 4 ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ചലഞ്ച് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും പെർ ക്വസ്റ്റ്യന് 200 രൂപയാണ് ചാർജ്, നോൺ റീഫണ്ടബിൾ ആണത്. അതേപോലെ ഇനി റെക്കോർഡഡ് റെസ്പോൺസ്, നിങ്ങൾ OMRൽ റെക്കോർഡ് ചെയ്തത്, നിങ്ങൾ ആൻസർ ചെയ്തത് ഒന്ന്, പക്ഷെ വന്നിരിക്കുന്നത് മറ്റൊന്നാണെങ്കിൽ നിങ്ങൾക്ക് അതും ചലഞ്ച് ചെയ്യാവുന്നതാണ്. 200 രൂപയാണ് അതിനുമുള്ള ഫീസ് പെർ ക്വസ്റ്റ്യൻ. അപ്പൊ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും 200 രൂപ വെച്ച് പേ ചെയ്യണം. ഇന്ന് 3-ാം തീയതി മുതൽ, ജൂൺ 3-ാം തീയതി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5-ാം തീയതി വരെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. Okay, the candidates are required to visit the website and view the details and challenge if required. പിന്നെ ചലഞ്ച് ചെയ്യുന്നതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ പേയ്മെന്റ്, അതായത് 200 രൂപ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ അടയ്ക്കില്ല. അപ്പൊ ടോട്ടൽ എമൗണ്ട് ആഡ് ആയിട്ട് ഒരുമിച്ചായിരിക്കും അടയ്ക്കേണ്ടത്. അതിന് നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഈ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ പേ ചെയ്യാം. ജൂൺ 5-ാം തീയതി രാത്രി 11:50 വരെ നിങ്ങൾക്ക് ഈ പേ ചെയ്യാനും ചലഞ്ച് ചെയ്യാനുമുള്ള അവസരമുണ്ട്. അപ്പോ അതിനുശേഷം ഒരു ചലഞ്ചസ് വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ത്രൂ എനി അതർ മോഡ്. നിങ്ങൾ അവർക്ക് ഇമെയിൽ അയച്ചാലോ അല്ലാണ്ട് സെപ്പറേറ്റ് വിളിച്ചു പറഞ്ഞാലോ വേറെ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഈ മോഡിൽ ത്രൂ തന്നെ വേണം ചലഞ്ചിങ് ചെയ്യാൻ. Challenges made by the candidates will be verified by the panel of the subject experts. If the challenge of any candidate is found correct, the provisional answer key will be revised. The responses will be accordingly evaluated based on the final answer key and will be used in preparing and declaring the result. Okay, അതായത് നിങ്ങളിപ്പം ചലഞ്ച് ചെയ്തു, അപ്പൊ നിങ്ങളുടെ ചലഞ്ച് ആക്സെപ്റ്റഡ് ആയോ, നിങ്ങൾ പറഞ്ഞതാണ് ശരി, NTA അത് ആക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യുന്നോ എന്നുള്ളത് നിങ്ങൾക്ക് റെസ്പോൺസ് ഒന്നും കിട്ടില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് അവർക്ക് പ്രൂവ് ചെയ്യാനില്ല. കാരണം നിങ്ങൾക്ക് അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണെന്ന് നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ട് അത് അവർക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ അവരുടെ ആൻസർ കീയിൽ അവർ വരുത്തും. എന്നിട്ട് അവർ റിവൈസ്ഡ് ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം പബ്ലിഷ് ചെയ്യുന്ന റിസൾട്ട്സിലും അവർ ആ മാറ്റങ്ങൾ വരുത്തും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചലഞ്ച് ആക്സെപ്റ്റ് ആയി റിജക്ട് ആയി ഇൻഡിവിജ്വലി അവർ നിങ്ങൾക്ക് റെസ്പോൺസ് തരില്ല കേട്ടോ. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് ഇത് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തവർക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അതേപോലെ 5-ാം തീയതി വരെ സമയമുള്ളൂ എന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആലോചിച്ചൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എന്താണ്, NTA ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ മാത്രം ഇത് ചെയ്യുക. നിങ്ങൾ ആലോചിച്ചൊക്കെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. Annexure 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. ആൻസർ കീ ചലഞ്ച് ചെയ്യാനുള്ള മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്രൊസീജിയർ ഫോർ ചലഞ്ച് ഓഫ് ആൻസർ കീ, ക്ലിക്ക് ഡിസ്പ്ലേ OMR ഷീറ്റ് ആൻസർ ഷീറ്റ് ചലഞ്ച് റെക്കോർഡ് റെസ്പോൺസ് ആൻഡ് ആൻസർ കീ. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ പാസ്വേഡ്, ക്യാപ്ച കേസ് സെൻസിറ്റീവ് ആണ്. അപ്പൊ ക്യാപ്ചയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലെത്തും. ഇതിപ്പോ ആൻസർ കീ ചലഞ്ചിന്റെ ഇതാണ്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നമ്പർ കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് 45 ഉണ്ട്, 47 ഉണ്ട്. നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് ആണോ ആൻസർ ചെയ്തത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ 45 കൊടുത്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പറിന്റെ കറക്റ്റ് ഓപ്ഷൻ 2 ആണെന്ന് NTA പറഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് അത് 4 ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 4ൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിലൊന്നുമല്ല കറക്റ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൺ ഓഫ് ദിസിൽ സെലക്ട് ചെയ്യാം.
എന്നിട്ട് നിങ്ങൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലാണ് ഡൗട്ട്. അപ്പൊ നിങ്ങൾ ആറാമത്തെ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ഓപ്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്തു. അങ്ങനെ എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും സേവ് യുവർ ക്ലെയിംസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ if you wish to challenge any option, select the box to choose your preferred options from 4 options. You may upload supporting documents for which you can select the choose file. And അതായത് നിങ്ങൾ സേവ് ചെയ്ത് choose file and upload all supporting documents to be put in a single file. After selecting your desired option, scroll down, save your claim and then move to the next screen. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ സപ്പോസ് നിങ്ങൾ ഈ പേജിൽ ഒരു സംഭവം നിങ്ങൾ സെലക്ട് ചെയ്തു അല്ലെ, ഇതിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തു, നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു ഓപ്ഷൻ വരും. അതായത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ഡെറിവേഷനോ അല്ലെങ്കിൽ NCERT നിങ്ങൾക്ക് വളരെ ഉറപ്പുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടോ PDF ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് സേവ് യുവർ ക്ലെയിംസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്തു, അതിന് ഏതൊക്കെയാണ് NTA തന്ന ആൻസർ, നിങ്ങൾ ചലഞ്ച് ചെയ്ത ആൻസർ, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത പേജ് വരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് സേവ് ആൻഡ് പേ എന്നുള്ള സേവ് യുവർ ക്ലെയിം ആൻഡ് പേ ഫീ ഫൈനലി എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. എന്നിട്ട് പേയ്മെന്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ചലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കും. ഇതേ മെത്തേഡ് തന്നെയാണ് ഇനി OMR ഷീറ്റ്, പ്രൊസീജിയർ ഫോർ ചലഞ്ച് ഓഫ് OMR ഷീറ്റ് റെക്കോർഡഡ് റെസ്പോൺസിനും ഉള്ളത്. സെയിം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നു, OMR ചലഞ്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോ ഈ ഒരു പേജ് മിസ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇതിന്റെ മുമ്പത്തെ പേജിൽ നിങ്ങൾക്ക് ആൻസർ കീ ചലഞ്ചും ഉണ്ട്, OMR ചലഞ്ചും ഉണ്ട്. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ OMR ഷീറ്റ് കാണും. അപ്പം റെക്കോർഡഡ് റെസ്പോൺസ്, അതായത് നിങ്ങൾ OMR ഇട്ടത് വേറൊരു ആൻസർ ആണ്, പക്ഷെ നിങ്ങൾ ഇതിൽ വന്നിരിക്കുന്നത് മറ്റൊരു ആൻസർ ആണെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാം. ദ നമ്പർ സെലക്ട് ക്വസ്റ്റ്യൻ ഫോർ വിച്ച് യു വിഷ് ടു ചലഞ്ച് ദ റെക്കോർഡഡ് റെസ്പോൺസ്. ദ നമ്പർ നെക്സ്റ്റ് ടു ദ ക്വസ്റ്റ്യൻ അണ്ടർ ദ കോളം captured response as per OMR sheet stands for the option opted by the candidate in the OMR answer sheets. Once you select any question for challenge, you will see 3 options under the column candidates claim. അപ്പോ നിങ്ങൾ ഏതാണോ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിരുന്നത് അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം, ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇഫ് യു വിഷ് ടു ചലഞ്ച് ദി ഓപ്ഷൻ, യു മേ യൂസ് ദ ഓപ്ഷൻസ് ഗിവൺ ഇൻ ദ കാൻഡിഡേറ്റ്സ് ക്ലെയിം കോളം. ആഫ്റ്റർ സെലക്ടിങ് യുവർ ഡിസൈഡ് ഓപ്ഷൻ, സ്ക്രോൾ ഡൗൺ, ക്ലിക്ക് സബ്മിറ്റ്. ഓക്കെ, അതും വളരെ സിമ്പിൾ ആണ്. കാരണം അതായത് OMRൽ നിങ്ങൾ ഒരു സംഭവം മാർക്ക് ചെയ്തു, പക്ഷെ ഇതിൽ റെക്കോർഡഡ് ആയിട്ട് വന്നിരിക്കുന്നത് വേറൊരു ആൻസർ ആണ്. അപ്പൊ ഞാൻ ഇതാണ് ആൻസർ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം അതും പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ അതും ട്രൈ ചെയ്യുക. അതിനുശേഷം യു വിൽ സീ ദ സ്ക്രീൻ ഡിസ്പ്ലേയിങ് യുവർ ചലഞ്ചസ്. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക, ഫീസ് പേ ചെയ്യുക. ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. OMR ഷീറ്റിൽ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം, ആൻസർ കീയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ NTA പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൻസർ കീ എല്ലാവരും ചെക്ക് ചെയ്യുക. ഏത് ബുക്ക്ലെറ്റ് നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യുക. ആൻസർ കീ കറക്റ്റ് ആയിട്ട് നോക്കുക. കീയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കീ ചലഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് 5-ാം തീയതി രാത്രി വരെ സമയമുണ്ട്. അപ്പോ എല്ലാവരും ശ്രദ്ധയോടെ വായിച്ചിട്ടൊക്കെ ചെയ്യുക. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും ഒരു മുമ്പും ഒക്കെ ഈ ആൻസർ കീയിൽ മാറ്റങ്ങൾ വന്ന് നിങ്ങളുടെ ആൻസർ കീ റിവൈസ് ചെയ്തിട്ടുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ക്ലെയിം കറക്റ്റ് ആണ്, ജസ്റ്റിഫൈങ് ആണെങ്കിൽ, കറക്റ്റ് ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ റിസൾട്ടിലും. നിങ്ങൾക്ക് അറിയാം, ഒരു ക്വസ്റ്റ്യനിൽ മാറ്റം വന്നാൽ നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റാങ്കും എത്ര മാത്രമാണ് മാറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നീറ്റിനെ കുറിച്ച് അറിയുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുക. ആൻഡ് ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഗുഡ് ലക്ക്.